നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവ്, ചിന്തകൻ, വാഗ്മി ശ്രീ MB വീരേന്ദ്രകുമാറായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. JDU UDFന്റെ ഭാഗമാണ് ഇന്ന്. നാളെയും അങ്ങനെ തന്നെ ആവുമോ? ഇപ്പോൾ UDFന്റെ ഭാഗമാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബീഹാർ ഇലക്ഷനിൽ ഞങ്ങളെയൊക്കെ അഭിപ്രായം JDUവിൽ അവിടെ BJPക്കെതിരായി എല്ലാവരും ഒരു ചേരിയിൽ വരണമെന്നാണ്, ഇടതുപക്ഷ അടക്കം. അതല്ലാതെ ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു മുൻതൂക്കം വരിക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായി മാറും. അത് അപ്പോൾ അവിടെ ഇലക്ഷനിൽ ഒന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. എപ്പോഴും എന്നോട് ചോദിക്കുക, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിക്കുക വെച്ചാൽ അവിടെ ഇടതുപക്ഷവും കോൺഗ്രസും സംഘ് പരിവാറിനെതിരായിട്ടുള്ള എല്ലാ ശക്തികളും ഒന്നിച്ച് നിൽക്കണം. എന്നാൽ ബീഹാർ എന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. ശ്രീ വീരേന്ദ്രകുമാർ, താങ്കളുടെ നിരന്തരമായ രാഷ്ട്രീയം പതിറ്റാണ്ടുകളായിട്ട് BJP വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയ തത്വസംഹിതകളെ എതിർക്കുക, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രകടമായിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ എതിർക്കുക. ഈ രണ്ട് പില്ലേഴ്സ് ആയിരുന്നു താങ്കളുടെ. കോൺഗ്രസ് എന്ന് പറയുന്നത് കോർപ്പറേറ്റൈസ്. ഈ രണ്ട് പില്ലേഴ്സ് ആയിരുന്നു താങ്കളുടെ ഒരുപക്ഷെ താങ്കളുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമനകൾ എന്ന് പറയാവുന്നു. അതിൽ സവിശേഷമായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതകൾ, അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷെ ഇപ്പോഴത്തെ ഒരു റീഎമർജൻസ്, ഒരു ധ്രുവീകരണം, ഈ പറഞ്ഞ സോഷ്യലിസ്റ്റ് ശക്തികളൊക്കെ ഒരുമിക്കണം എന്നുള്ള ഒരു പശ്ചാത്തലം, പ്രത്യേകിച്ച് താങ്കളെപ്പോലുള്ള ഒരാൾ ഒരു പിഞ്ചു ബാലനായിരിക്കുമ്പോൾ JP മൂവ്മെന്റിന്റെ ഭാഗമായ ആള്, 15 വയസ്സോ 14 വയസ്സോ ഉള്ളപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത ആള്, താങ്കളുടെ ഫാദർ കൈപിടിച്ച് JP അതൊക്കെ ഒരു വലിയൊരു ചരിത്ര പശ്ചാത്തലമുള്ള ആളാണ് താങ്കൾക്ക്. അതൊന്നും ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയ നേതൃത്വത്തിൽ കഴുകിക്കളയാനോ അല്ലെങ്കിൽ കലക്കിക്കളയാനോ പറ്റുന്നതല്ല. ആ കാലത്ത് പോലും ഞാൻ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്. അപ്പം പുതിയൊരു സാഹചര്യത്തോട് പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ബാധ്യത താങ്കളിൽ വന്നു ചേർന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കേരള രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങളിലും മുന്നണി ബന്ധങ്ങളിലും മാറ്റം വന്നുകൂടായി. ഏതായാലും അതാ ഞാൻ പറഞ്ഞത്, ലോക്സഭാ ഇലക്ഷന് മുമ്പുള്ളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇല്ല. അപ്പം ദേശീയ രാഷ്ട്രീയത്തിലും ഇപ്പം കേരളത്തിൽ തന്നെ പല ചർച്ചകൾ ഇപ്പോൾ പുതുതായിട്ട് വരാൻ തുടങ്ങിയല്ലോ. ഇപ്പോൾ ഇവിടെ കോഴിക്കോട്ടിലൊരു ദിവസം ഞാൻ പെട്ടെന്ന് TV നോക്കിയപ്പോൾ കണ്ടു കുറേ ചെറുപ്പക്കാർ ഹനുമാൻ സേന, അവർക്ക് ഏതോ ചെറുപ്പക്കാരോ ഹോട്ടൽ അടിച്ചു പൊളിക്കും. അല്ല, ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കണം കോഴിക്കോട്ടിൽ. ഇതൊന്നും സാധാരണ നമ്മളിവിടെ അനുഭവിക്കാത്ത പ്രശ്നങ്ങളാണ്. കേരളത്തിൽ ഇതൊന്നും ഉണ്ടാവാറില്ല ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ. അതേപോലെ ഹോട്ടലുകൾ തകർക്കുക, ഇഷ്യൂസ്. ഇപ്പോൾ പല പ്രശ്നങ്ങളും മുമ്പൊക്കെ കേൾക്കാൻ മടിച്ചിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് പറയാൻ തുടങ്ങി. അപ്പോൾ സംഘ് പരിവാറിൻ്റെ അജണ്ടയിൽ പഴയ അജണ്ടയല്ല ഇത്. പഴയ അജണ്ട ഒരു ബ്രാഹ്മിൻ ലോബിയുടെ അജണ്ടയായിരുന്നു. ഇപ്പോൾ അത് പിന്നോക്ക ദലിത് വിഭാഗത്തിലെ ഹിന്ദുക്കളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. ഇപ്പോൾ തൊഗാഡിയ മിന്നാൻ എവിടെയായിരുന്നു, ആരെ വീട്ടിലായിരുന്നു, പേര് പറയണമെന്നില്ല. മുമ്പ് സംഭവിക്കും അങ്ങനെ ഒരു സംഭവം. എവിടെയൊക്കെ ഇതൊക്കെ വരും. കേരളത്തിലെ പ്രധാനപ്പെട്ട നടന്മാർ പോലും, സുരേഷ് ഗോപി, താങ്കൾ ശ്രദ്ധിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ? ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായിരുന്നു താങ്കൾക്ക് മനസ്സിൽ തോന്നിയത്? അദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചിട്ടാണോ എന്നറിയില്ല, ഇനി വല്ല പവറിൻ്റെ ഭാഗമെന്ന് അറിയില്ല. സാധാരണഗതിയിൽ പ്രകടിപ്പിക്കാൻ പാടില്ലാത്ത അഭിപ്രായങ്ങളാണ് പറഞ്ഞതൊക്കെ. സാധാരണഗതിയിൽ ഒരു ടോട്ടൽ ഹിന്ദുത്വ ആ ഹിന്ദുത്വ അജണ്ടയിൽ ഞാനീ പറഞ്ഞതാണ് അതിൻ്റെ വലിയ അപകടം. ഇപ്പം തന്നെ 12ഓളം വൈസ് ചാൻസലർമാരുടെ ഒഴിവുണ്ട് ഇന്ത്യയിൽ. ഒറ്റ നികത്തിയിട്ടില്ലല്ലോ. ലളിത് കലാ അക്കാദമി, നിങ്ങളെല്ലാ സാംസ്കാരിക സംഘടനകളെടുത്തോടെ എല്ലാം മാറിയില്ലേ? ആരാ എൻ്റെ തലപ്പത്തൊക്കെ വന്നിട്ടില്ല? പേരറിയോ താങ്കൾ? ഇപ്പോൾ താങ്കളെ പോലത്തെ ഒരാൾ ഒക്കെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണമല്ലോ. നമുക്കറിയാം ഇപ്പോൾ ആരൊക്കെയാന്ന്. റോമില താപ്പർ മുതൽ പലരും 31ഓളം ആളുകൾ പ്രതിഷേധിച്ചു. വല്ല ഫലം ഉണ്ടായോ?
ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം വലിയൊരു കൾച്ചറൽ ഇൻവേഷൻ നടക്കുകയാണ്. അതിലൊന്നും പ്രധാനമന്ത്രി ഒന്നും പറയുന്നില്ല. അതൊരു ചെറിയ അജണ്ട. ഇപ്പോൾ കേരളത്തിലും പഴയ ഹിന്ദുത്വമാണോ ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട മാറിയില്ലേ? ഇത് ഒരു മുന്നണി രാഷ്ട്രീയത്തിനും അപ്പുറത്തുള്ള സമസ്യകളല്ലേ. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പം നമ്മൾ ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിച്ച് നമുക്ക് കുറേ അഭിപ്രായമുണ്ട്. ആരാ ഇന്ത്യയിലെ പൗരൻ? ഇവിടെ ജനിച്ചവനാണെന്നാണ്. അതല്ലേ നമ്മുടെ കോൺസെപ്റ്റ്? അതല്ലേ? അതെ, അതെല്ലാം മാറി. അത് മാറിയില്ല. ഇപ്പോൾ പറയുന്നത് മുസ്ലിമുകൾക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല. അത് പണ്ട് ഗോൾവാൾക്കർ പറഞ്ഞതാണ്. ഒരുപക്ഷെ താങ്കളുടെ രാമന്റെ ദുഃഖം എന്നുള്ള പുസ്തകത്തിന്റെ 2ാം എഡിഷൻ ഉണ്ട്, വരേണ്ട സമയമായിരിക്കും. 28 ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ ഒരു ഭാഗം, സെക്കൻഡ് പാർട്ട്, ഒരു മുസ്ലിമിന് ജോലി കിട്ടാത്ത ഒരു സാഹചര്യം പറയാൻ തുടങ്ങി. അത് മാത്രമല്ല, അതിനപ്പുറമായി ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇതിനെയൊക്കെ ചെറുക്കാൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് കഴിയാതെ വരുന്നതിന്റെ ഒരു ദൗർഭാഗ്യം നമ്മൾ കാണുന്നത്. അതിലിപ്പോൾ ദേശീയ ലെവലിൽ ഇപ്പോൾ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങളാണ്. ഇടതുപക്ഷം എന്നുള്ളത് ഈ ഫ്രഞ്ച് എന്ന് വന്ന ഒരു പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ആരുമായിട്ട് അലൈൻ ചെയ്യാനുള്ള ഇന്ത്യയിൽ. ഇപ്പോൾ CPM എടുക്കുക, എവിടെ ഇപ്പോൾ ബീഹാർ തന്നെ CPM ഒരു ഫോഴ്സല്ല. ബീഹാർ, ത്രിപുര, ബംഗാൾ, കേരള കഴിഞ്ഞാൽ എവിടെയുള്ള പ്രോബ്ലം. ഇപ്പോൾ വലിയ ചാലഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ, ഹറിയാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഇവിടങ്ങളിൽ ഇപ്പോൾ ആന്ധ്ര, ഇവിടെയൊക്കെ എങ്ങനെയാണ് ഇതിനെ ചേർത്ത് നിൽക്കാൻ സാധിക്കുക? ഒരു പ്രോഗ്രസീവ് പാർട്ടീസ് എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവ്സ് എവിടെയാണുള്ളത്? ചോദ്യം ചെയ്യപ്പെടുന്ന ആരുടെ നിലനിൽപ്പ്? ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴൊന്നും ആരും അത്ര അത് നോട്ടീസ് ചെയ്തൊന്നും അറിയില്ല. ദേശീയ നിയമങ്ങൾ മാറുകയല്ലേ. ഇപ്പം മീനാകുമാരി റിപ്പോർട്ട്, അതിൽ ശരിക്കും കോർപ്പറേറ്റേഴ്സിൻ്റെ അജണ്ടയാണ്. ഇന്ത്യൻ ഫിഷർമാനെ ഇന്ത്യയുടെ അധീനത്തിലുള്ള കടലിൽ പോകാൻ പാസ്പോർട്ട് വേണം. ഫിഷിംഗ് മറ്റൊരു കോർപ്പറേഷനാണ് വേണ്ട. എവിടെ എത്തി? അപ്പോൾ അതാരും അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ തന്നെ നമ്മളെ പല നിയമങ്ങളും മാറ്റുന്നത് ദേശീയ ഗവൺമെൻറ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാണ്ടാവുന്നുണ്ടോ? ഇനി നമ്മളെ നിയമം പാരീസിനൊക്കെ തീരുമാനിച്ചാൽ മതിയോ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വലിയൊരു സങ്കീർണത നിറഞ്ഞ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ നിന്ന് സാധാരണ കോൺഗ്രസും ആലോചിക്കേണ്ട സമയമില്ല. പഴയ പോലെ നടക്കുമോ? ഇനി ആ പാർട്ടി ഉണ്ടാവുമോ? ഇപ്പോൾ രാഹുൽ ഗാന്ധി കേദാർനാഥ് പോയി, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അപ്പം അദ്ദേഹം പിന്നെ മൂരിയിറച്ചി തിന്നുന്നത് കൊണ്ടാണ് നേപ്പാളിൽ ഭൂകമ്പമുണ്ടായെന്നാണ് സാക്ഷി മഹാരാജ് പറയുന്നത്. എവിടെ എത്തി? അത് വിശ്വസിക്കുന്ന ഒരാളുണ്ട്. അത് ശരിയായിരിക്കും. പശുവിൻ്റെ ഇറച്ചി നിന്ന് കേദാർനാഥ് പോയതുകൊണ്ടാണ്. അടുത്ത പഠനത്തിന് വേണ്ടി പോകും അങ്ങോട്ട്. ഞാൻ പറയുന്നത്, ഞാൻ കോൺഗ്രസ്സുകാരനെന്ന് ചോദിച്ചു, ഇത് വന്നല്ലോ ഇപ്പോൾ. ഇനിയിപ്പോൾ ഭക്ഷണം ഏതാ കഴിക്കേണ്ടതെന്ന് ഇപ്പോൾ സംഘപരിവാറിൻ്റെ പോയി ചോദിക്കണ്ടേ? ഇപ്പോൾ എവിടെ എത്തിയിപ്പം? ഇയാളുടെ നഖ്വി ബീഫ് തിന്നേണ്ട പാകിസ്ഥാനിൽ പോയിക്കോട്ടെ. വായിച്ചായിട്ടുണ്ടോ? കണ്ടോ? എവിടെ എത്തി? എവിടെയാണുള്ളത്? ശൗര്യ ദിവസ്. പിന്നെ അതൊക്കെ പോട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ജനങ്ങളെ, ഇപ്പോൾ വിവേകാനന്ദനെ കുറിച്ച് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക. 8-9 കൊല്ലമായി തുടങ്ങിയിട്ട് ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഈ കൊല്ലം പൂർത്തിയാക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക് വിവേകാനന്ദനെ കുറിച്ച്. വിവേകാനന്ദൻ്റെ ഒരു സഹോദരനുണ്ടായിരുന്നു, ഉപേന്ദ്രനാഥ് ദത്ത. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു. താങ്കൾ അറിയുമെന്ന് വിചാരിക്കുന്നു. അയാൾ പ്രഖ്യാപിച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഉപേന്ദ്രനാഥ് ദത്ത. സൈമൺ കമ്മീഷൻ ബഹിഷ്കരിച്ച് ഒക്കെ ഉപേന്ദ്രനാഥ് ദത്തയാണ്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ വളരെയധികം സ്വാധീനിച്ചത് ഇവരൊക്കെയായിരുന്നു. ബംഗാൾ രാഷ്ട്രീയം, അന്നത്തെ പോളിറ്റിക്സിനെ പറ്റി പറയാൻ, അവിടെ ഇന്ത്യൻ പോളിറ്റിക്സ്. അപ്പോൾ അവരൊക്കെ ഇപ്പം മാറിയില്ലേ? ഒരു സാഹചര്യം ഒരുപാട് മാറി. ആ വിവേകാനന്ദനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും ആരോട് ചോദിച്ചാലും അമേരിക്കയിൽ പോയിട്ട് എന്ത് സംബോധന ചെയ്തു എന്നാണ് പറയാം. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലേ? ബാക്കിയുള്ള പലതും ആൾക്കാർ വിസ്മരിച്ചു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞു ഒന്ന്. അപ്പോൾ ഒരു അഭിസംബോധന ചെയ്യുക എന്നുള്ളത്, ഒരു ജനങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യണം? ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവർ സഖാക്കളെ എന്നാണ് വിളിക്കുക.
അതവരുടെ അപ്പോഴേ ഒരാൾക്ക് ഇപ്പം ഞങ്ങൾ സോഷ്യലിസ്റ്റുകളും സഖാക്കളെ എന്നാണ് വിളിക്കുക. അത് മറ്റുള്ളവർ വിളിച്ചോളുന്നില്ല. അപ്പം അഭിസംബോധന എന്നുള്ളത് എപ്പോഴും സമീപനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോഴെന്താ സമീപനത്തിന് ലോക്സഭാ മെമ്പർമാർ അഭിസംബോധന ചെയ്യുന്ന റാം കെ ബച്ചോം ഹറാം കെ ബച്ചോം, രാമൻ്റെ മക്കളെ തന്തയില്ലാത്തവൻ്റെ മക്കളെന്ന്. അതാരാ? ക്രിസ്ത്യാനികൾക്ക് വന്ധ്യവൽക്കരണമാണത്രേ. ഇവിടെയാണ് നമ്മുടെ പോളിറ്റിക്സ് ഉള്ളത്. ശിവരേന്ദ്രകുമാർ, ഇത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം താങ്കൾ പറഞ്ഞതുപോലെ വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു മാറ്റങ്ങൾക്ക് വിധേയമായി. ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഒരുപക്ഷെ കേരളത്തിലും ഉണ്ടാകാം. സാമൂഹ്യമായിട്ട് ഈവൻ രാഷ്ട്രീയ തലത്തിൽ പോലും അതിൻ്റെ മാറ്റങ്ങൾക്ക് വേണമെങ്കിൽ വേദിയാകാം. അപ്പം ഈ പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നിട്ടുള്ള മാറ്റത്തിൻ്റെ അനുസരിച്ചാണ് ഇപ്പം സോഷ്യലിസ്റ്റ് ശക്തികൾ വീണ്ടും ഒരുമിച്ച് ചേരണമെന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഒരുപക്ഷെ കേരളത്തിലും ഉണ്ടാകും. ഇപ്പം താങ്കളുടെ പാർട്ടി, താങ്കളുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന പല ആൾക്കാരും ചിന്ന ഭിന്നമായി പല ഇതായിട്ടാണ് കിടക്കുന്നത്. അത് ഒരുമിച്ച് വരേണ്ടതിൻ്റെ ഒരു ആവശ്യകത, ഒരുമിച്ച് വന്ന് ഇവിടെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ ഇപ്പം താങ്കളുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകളായിരിക്കില്ലേ? നമുക്ക് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇങ്ങനെയുള്ള ചില അപകടങ്ങൾ കാണുമ്പോൾ ഇന്നതൊക്കെ സംഭവിക്കണം നമ്മൾ ആഗ്രഹിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ മാത്രമേ അതിനെ നേരിടാൻ സാധിക്കുള്ളൂ. പക്ഷേ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചോളുന്നില്ല. ഇതൊക്കെ വേറെ പല പരിസ്ഥിതികളെ ആശ്രയിച്ച് രൂപപ്പെടുത്താൻ. ഇന്ന് കേരളത്തിലെ പല തട്ടുകളിലായി കഴിയുന്ന സോഷ്യലിസ്റ്റുകളെ, ജനതാദളിൻ്റെ വിവിധ പാർട്ടികളെ, ഗ്രൂപ്പുകളെ ഒരുമിച്ച് കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ആവശ്യകത താങ്കൾക്ക് ബോധ്യപ്പെടുന്നു? ഇപ്പോൾ ഒന്ന് പറയാം. ഇപ്പോൾ JDS പറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ, മറ്റേ ദേവേഗൗഡയുടെ. അപ്പോൾ ഞാനും ഒരു ഒന്നിച്ചുണ്ടായിരുന്നതാണ്. ഇപ്പോൾ കർണാടക പോളിറ്റിക്സ് എടുക്കുക. കർണാടകത്തിൽ മൈസൂർ കോർപ്പറേഷൻ ഇപ്പോൾ ആരാ ഭരിക്കുന്നു? BJP. അവിടുത്തെ കൗൺസിൽ BJPയുടെ ധാരണയുണ്ടാക്കി JDS. ഹാസൻ ഇലക്ഷൻ വന്നു. ഹാസൻ ഇലക്ഷനിൽ ദേവേഗൗഡ ആരുമായിട്ട് ബന്ധമുണ്ടാക്കിയത്? BJP. കുമാരസ്വാമി ശരിക്ക് BJPനെ കർണാടകത്തിൽ കൊണ്ടുവന്ന ഞങ്ങൾക്ക് തന്നെയല്ലേ? ഞങ്ങൾ വെച്ചാൽ ആ പാർട്ടിയല്ലേ? താങ്കൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ കൂടെ നിന്നില്ല, അതുമായിട്ട് ഭിന്നിക്കേണ്ടി വന്നു. എങ്കിൽ പോലും പല ഘട്ടങ്ങളിലും ഇപ്പോഴും അവിടെ അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള, പക്ഷെ കേരളത്തിൽ അത് സംബന്ധിച്ചൊരു അംബിഗ്വിറ്റി ഇല്ല. ഒരു പക്ഷേ അല്ല, ഞാൻ പറഞ്ഞത് ദർശനപരമായിട്ടൊരു നിലപാടില്ലേ? ദാർശനികമായിട്ട് പറയുന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പല ദേശീയ നേതാക്കൾക്കും കൂടുതൽ താല്പര്യം പ്രാദേശികമായിട്ടുള്ള ഇഷ്യൂസാണ്. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പ്രാദേശികമായിട്ടുള്ള കൂടുതൽ ബന്ധപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും സമസ്യകളും ഉണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഉരുത്തിരിഞ്ഞ് വരിക? ഇപ്പോൾ കർണാടക രാഷ്ട്രീയം അല്ലെങ്കിൽ പിന്നെ ബീഹാർ രാഷ്ട്രീയം അത് ഒരുപക്ഷെ താങ്കൾക്ക് സ്വാധീനിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും കേരളത്തിലെ സോഷ്യലിസ്റ്റുകളുടെ ഏകീകരണം, ജനതാദളിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ ചോദിച്ചു. ഇപ്പോൾ അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സല്ലേ, നോക്കാൻ. ആ പ്രോസസ്സ് ആരംഭിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും. പിന്നെ താങ്കളെപ്പോൾ ഒരാളെ നേതൃത്വം നൽകേണ്ടതില്ലേ? ശക്തികൾ യോജിച്ച് നിൽക്കണമല്ലോ ഈ കാര്യത്തിൽ. അതിനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടോ? ശ്രമങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അഭിപ്രായങ്ങൾ പറയാമെന്നല്ലാണ്ട് പറയുന്നത്. ചില ആൾക്കാർ പറയുന്നത് താങ്കളുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ വളരെ ഫ്ലിംസിയും ഫ്രിവിലസ് ആണെന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ എങ്കിൽ പോലും ചില ആൾക്കാരുടെ മനസ്സിലെങ്ങനെ ആയിപ്പോയല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലുണ്ടെന്ന് കേദാർനാഥിൽ പോയത് കൊണ്ട് മറ്റേ ബീഫ് കഴിച്ചുകൊണ്ടാണ് അവിടെ എന്ന് പറഞ്ഞ പോലെ അത് ഒരു വിഭാഗം ചിന്തിക്കുന്നുണ്ടെന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ താങ്കളുടെ പാർട്ടി UDF നിന്ന് വിട്ടുപോരാനുള്ള പ്രധാന തടസ്സം നമ്മുടെ KP മോഹനൻ്റെ മന്ത്രിസ്ഥാനവുമായിട്ടുള്ള ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ അതിനോടുള്ള വലിയൊരു അഭിമാനിച്ചാണ്. അദ്ദേഹം അത് വിട്ടുപോരാൻ തയ്യാറല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആൾക്കാർ പറയായിരിക്കും. ഞങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ JDUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരു പ്രാവശ്യം ചേർന്നിട്ടുള്ളൂ. JDUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ 23-ന് വെച്ചതാണ്. അപ്പം വേറെ ചില കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചു. ഞങ്ങളതൊന്നും ഡിസ്കസ് ചെയ്യാത്ത ഇഷ്യൂസാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോന്ന് ഊഹിച്ച പോലെ അതിനൊക്കെ ഇപ്പം മറുപടി പറയാൻ പറ്റുമോ? അല്ല, എന്തായാലും JD പരിവാറിൻ്റെ ഒരു മേർജർ വരുമ്പോൾ കേരളത്തിന് മുഖം തിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ലല്ലോ. മർജർ ഇപ്പോൾ ദേശീയാടിസ്ഥാനത്തിലാണ് മർജറിനെ പറ്റി ആലോചിക്കുന്നത്. ദേശീയാടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്. അതിൽ പെട്ട ഒരാളാണ് ത്യാഗി. അതിവിടെ വന്നിരുന്നു. അതിൽ പിന്നെ ത്യാഗിയുണ്ട്, JDUവിൻ്റെ, പിന്നെ മുലായം സിംഗ് യാദവുണ്ട്, പിന്നെ ഹരിയാനത്തെ
പിന്നെ RJD ഇവരൊക്കെ ഉള്ളതാണ്. ഇതിപ്പം ഒരു പ്രാവശ്യം എന്തോ കൂടി 2 പ്രാവശ്യം കൂടി അത്രയേ ആയിട്ടുള്ളൂ. അതൊന്നും ഒരു കോൺക്രീറ്റ് ഫോമിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അതിനെ പറ്റി ഒരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ മുലായം സിംഗിനെ കാണുന്നുണ്ട്. എനിക്കിനി ഒരു കഴിഞ്ഞോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, കിട്ടിയില്ല. അദ്ദേഹത്തിന് മുമ്പ് സംസാരിച്ചിരുന്നു. മുലായം സിംഗ് ഒന്ന് പ്രവർത്തിച്ച ആളുകളാണ് മുലായം സിംഗും. പിന്നെ ഈ ഡൽഹി പോയ മുലായം സിംഗ് കാണുന്നുണ്ട് എനിക്ക്. കേരളത്തിൽ ഈ മെർജറിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കേരളത്തിലെ കേരളത്തിൽ മൊത്തത്തിൽ ഒരു നാഷണൽ ലെവലിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ ഭാഗമായിട്ടേ വരാൻ പറ്റുള്ളൂ. അതിന്റെ ഭാഗമായിട്ടേ വരുള്ളൂ. താങ്കൾ രാഷ്ട്രീയത്തിലെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തി കൽപ്പിക്കുന്ന ഒരാളല്ല. വ്യക്തികൾ, അതിന്റെ പ്രശ്നങ്ങൾ, കാര്യങ്ങളൊന്നുമില്ല. അല്ല, കൽപ്പിക്കാത്ത ആളൊന്നല്ല. പക്ഷെ അതൊന്നും രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ. പലപ്പോഴും താങ്കളെ കുറിച്ച് ചർച്ച വരുമ്പോൾ എപ്പോഴും CPM-ന്റെ ശ്രീ പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ പലപ്പോഴും പല മാധ്യമങ്ങളിലും താങ്കളുടെ തന്നെ പത്രത്തിൽ വരുന്നുണ്ടത്. താങ്കൾ ഒരു പക്ഷേ അത് ശ്രദ്ധിക്കുന്നുണ്ടാകുന്നു എനിക്കറിയില്ല. പക്ഷേ എങ്കിലും വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ഇക്വേഷനിലെ പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ആദ്യത്തേത് താങ്കളുടെ പത്രം എന്ന് പറഞ്ഞത് മാറ്റണം. ഞാനതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. മാതൃഭൂമി ഞാനുണ്ടാക്കിയ പത്രമല്ല, അതാണ് ദേശീയ പത്രമാണ്. മാതൃഭൂമിയുടെ ഡയറക്ടർ ബോർഡിലുള്ളതിൽ ഒരു വട്ടി എൻ്റെ പാർട്ടിയിൽ ഞാനും ശ്രേയാംസം കുമാർ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ആളും കോൺഗ്രസ്. താങ്കൾ സാരഥ്യം വഹിക്കുന്ന പത്രം അത് പറയാം. ഞാനാണ് എൻ്റെ മാനേജിംഗ് ഡയറക്ടർ. പിന്നെ മാതൃഭൂമി എൻ്റെ പാർട്ടിയുടെ മുഖപത്രമല്ല. മുഖപത്രമാണെങ്കിൽ ഇത് വളരെ മുമ്പ് തന്നെ പൂട്ടിപ്പോയിരുന്നു. മാതൃഭൂമി സ്വതന്ത്ര പത്രമാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ എഡിറ്റോറിയലൊന്നും ഞാൻ ഇടപെടാറില്ല. അതിപ്പോൾ എല്ലാ എഡിറ്റർമാർക്കും അറിയുന്ന കാര്യമാണ്. മാതൃഭൂമിയിൽ ഞാൻ കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ എഡിറ്റോറിയൽ ചോദിച്ചതിനേക്കാളും എനിക്ക് പറയാൻ സാധിക്കും പുതിയ മെഷീനറി എന്താണ്, ലേറ്റസ്റ്റ് ടെക്നോളജി എന്താണ് എനിക്കറിയാം. അത്രത്തോളം നിസ്സംഗത താങ്കൾ വെച്ച് പുറത്തുന്നുണ്ടോ പത്രത്തെ വാർത്തകളുടെ കാര്യത്തിൽ? നിസ്സംഗത എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ് മാതൃഭൂമി. അത്രത്തോളം ആഗ്രഹം പാലിക്കുന്നുണ്ടോ? അതേസമയത്ത് എനിക്ക് എന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഞാൻ എഡിറ്റോട് പറയും, മാനേജിങ് എഡിറ്റോട് പറയും. അതല്ലാതെ കൊണ്ട് ഞാൻ ഇന്നത് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. മാതൃഭൂമിക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാം. അത് ഇപ്പം എനിക്കെതിരായിട്ടും മാതൃഭൂമി എഴുതിയിട്ടില്ല. എത്രയോ എഴുതിയിട്ടുണ്ട്. എനിക്കെതിരായിട്ട് മാതൃഭൂമി എഴുതിയിട്ടുണ്ട്. ന്യൂസ് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ പത്രം നിലനിൽക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ധൈര്യമുള്ള പത്രപ്രവർത്തകർ മാതൃഭൂമിയിലുണ്ടോ താങ്കൾക്കെതിരെ വാർത്ത കൊടുക്കാൻ വേണ്ടി? ഞാൻ എന്തായാലും കഴിഞ്ഞ കുറെ കാലമായിട്ട് അങ്ങനെ മാതൃഭൂമിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എൻ്റെ ക്വാളിഫിക്കേഷൻ തന്നെ എനിക്കെതിരായിട്ട് എഴുതണം എന്നുള്ളതാണ്. ഇത് സംഭവിക്കാൻ പുതിയ പറയണ്ട. ഇത് കേട്ട ഏതെങ്കിലും പാവപ്പെട്ട ഒരുത്ത നിങ്ങൾക്കെതിരെ വാർത്ത എഴുതുകയും ചെയ്യും. അവരെ കാര്യം കട്ടപ്പുകയാവും. ആര് പറഞ്ഞത്? ദയവായിട്ട് മാതൃഭൂമി പത്രപ്രവർത്തകർ ഇത് അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞാണ്. ദയവായിട്ട് അദ്ദേഹത്തിനെതിരെ വാർത്തയൊന്നും എഴുതാൻ എന്തുവാണ് വാർത്തകൾ അവർക്ക് എന്തുവാണ് എഴുതാം. പിന്നെ ഒന്നുണ്ട്, മെലീഷ്യസ് ആയിട്ട് ആരെ പറ്റി എഴുതാൻ പാടില്ല. അത് പറയല്ലോ. മാതൃഭൂമി വാർത്ത കൊടുക്കണമല്ലോ. കൊടുക്കാൻ ഒരു ഘട്ടത്തിൽ വന്നിരുന്ന ആക്ഷേപം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അതായത് ചെറിയ ചെറിയ മഞ്ഞ പ്രസിദ്ധീകരണങ്ങളിൽ വാർത്തകൾ വരുന്നു. ആ വാർത്തകൾ റീപ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി കേരളത്തിലെ പ്രധാന പത്രങ്ങളിൽ ആരംഭിച്ചു. അത് ആദ്യം ആരംഭിച്ചത് മാതൃഭൂമിയിലാണെന്ന് ഒരു അപഖ്യാതി. അതായത് ക്രൈം പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ചെറിയ ചെറിയ വാർത്തകൾ വരും. പലരെയും ഉദാഹരണം ശ്രീ പിണറായി വിജയനെ ആക്ഷേപിച്ചുകൊണ്ട് വലിയ വാർത്തകൾ വരുന്നു. ആ വാർത്തകളൊക്കെ പിന്നീട് മാതൃഭൂമി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഒരുപക്ഷെ ക്രൈം നന്ദകുമാറും താങ്കളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലും ആൾക്കാർ സംശയിച്ചു, ഉണ്ട് എന്ന് ആരോപിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ക്രൈം നന്ദകുമാർ ഞാനുമായിട്ട് ഞങ്ങൾക്കറിയാം അദ്ദേഹത്തെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനം ഞാനുമായിട്ടൊരു ബന്ധമില്ല. ബന്ധപ്പെട്ടത് എവിടെ അറിയോ? ഞാൻ INS-ൻ്റെ പ്രസിഡൻറ്റും PTI ചെയർമാനുമായിരുന്നു ഒരിക്കൽ. രണ്ടും ഒരേ സ്ഥാനത്ത് വഹിച്ച ഒരാളാണ്. അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇവിടെ തകർക്കപ്പെട്ടു. അപ്പോൾ ഞാനന്ന് ഇവിടെ ഈ പത്രപ്രവർത്തകർക്കെതിരായിട്ടോ വല്ലതും അത് കൊണ്ട് എന്നെ വിളിക്കും, ഞാനത് റിയാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനത് പോയി കണ്ടു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയെന്നല്ലാതെ വേറെ ബന്ധമില്ല. വേറെ യാതൊരു ഈ പത്രമായിട്ട് ബന്ധമില്ല. സ്പോൺസർ ചെയ്യുന്നതെന്ന് പോലും ആൾക്കാർ ആക്ഷേപിച്ചു. ചില ആൾക്കാർ അത് ഒരർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. ആക്ഷേപിക്കാൻ ഇപ്പം എന്തും ആക്ഷേപിക്കാം. വ്യക്തിപരമായിട്ടുള്ള ഇക്വേഷൻസ്, ചില ഘട്ടങ്ങളിൽ വ്യക്തിപരമായ ഇക്വേഷൻസ് വളരെ പ്രസക്തമാണ്. ഒരു പക്ഷേ ഇപ്പം താങ്കളോട് ചോദിക്കുകയാണ്, താങ്കളും ശ്രീ പിണറായി വിജയൻ തമ്മിലുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ? പിണറായി വിജയൻ ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാൻ അവസരം കിട്ടിയ ആളുകളാണ്. ഉദാഹരണം, അടിയന്തരാവസ്ഥയിൽ ഞങ്ങളൊക്കെ ഒരേ ജയിലിലുണ്ടായിരുന്നു കണ്ണൂരിൽ. ഞാൻ, പിണറായി, കോടിയേരി ബാലകൃഷ്ണൻ, MV രാഘവൻ, ഇമ്പിച്ചി ബാവ,
അന്ന് ഞാൻ ഏകോപന സമിതിയുടെ കൺവീനറായിരുന്നു ആ കാലത്ത്. അന്ന് മുതൽക്കുള്ള ബന്ധമാണ് പിണറായി വിജയനുമായിട്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് കൂടുതൽ അറിയാം പിണറായി വിജയനെയാണ്. അന്നൊക്കെ ആ ലെവലിലാണ് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അത് 10 മാസം എന്താ ഒന്നിച്ച് ഞങ്ങൾ ജയിലുണ്ടായിരുന്നു. വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, യാതൊരു വിരോധമില്ല. എല്ലാം പൊളിറ്റിക്സ് ആണ്, ഇഷ്യൂസാണ്. ഇഷ്യൂസിന് മുകളിൽ ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടാകും. താങ്കളിപ്പം ഇടതുപക്ഷത്തെ പല നേതാക്കളുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്, ബന്ധമുണ്ട്. ഇപ്പം കേളുവട്ടൻ സ്മാരക പരിപാടി താങ്കൾ സംബന്ധിച്ചു. പക്ഷേ അതിനിടയ്ക്ക് എനിക്കൊന്ന് സുധീരൻ്റെ ഒരു പ്രസ്താവന കേട്ടു. അതായത് സുധീരൻ്റെ അനുമതി വാങ്ങിയിട്ടുണ്ട് താങ്കൾ അതിൽ പങ്കെടുത്തത്. സുധീറിന് ഞാനും നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പീപ്പിളാണ് ചോദിച്ചെന്ന് തോന്നുന്നു നിങ്ങൾ. ഞാൻ പറഞ്ഞു സുധീറിനും പങ്കെടുക്കണം എൻ്റെ അഭിപ്രായമാണ്. ഈ സംഘ് പരിവാറിൻ്റെ ഭീഷണിക്കെതിരെ ഒരു വിശാല വേദിയിൽ പിന്നെ ഇടതുപക്ഷ മുന്നണിയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടും ഞങ്ങൾ വേദി പങ്കിടും. അത് താങ്കളും പങ്കിടണമെന്ന് എൻ്റെ അഭിപ്രായം പരസ്യമായിട്ട് പറഞ്ഞ ആളാണ്. പക്ഷേ അതിനുശേഷം സുധീരൻ പറഞ്ഞ എൻ്റെ അനുമതി വാങ്ങിയിട്ട് താങ്കൾ പോയത്. ഞങ്ങൾ അങ്ങനെ അനുമതിയുടെ പ്രസക്തി ഞങ്ങൾക്ക് വേദിയിൽ പങ്കിടാൻ ആരുടെ അനുമതി ആവശ്യമില്ല. ഞങ്ങൾ തീരുമാനമാണത്. അനുമതി വാങ്ങിയിട്ടൊന്നും ഒരാൾ ഇനിയും അത്തരത്തിലുള്ള അത് ഞങ്ങളുടെ തീരുമാനമാണ്. പിന്നെ കേളുവേട്ടനും ഞാനുമായിട്ട് വലിയ ബന്ധമായിരുന്നു. ചെറിയൊരു അനുഭവം പറയാം. അരങ്ങിൽ ശ്രീധരനും കേളുവേട്ടനൊക്കെ ഇവിടെ അന്ന് ഹജൂർ ആഫീസായിരുന്നു. അന്ന് അവിടെ ഒരു സമരം നടന്നു. അന്ന് കേളുവേട്ടനെ പോലീസ് കേളുവേട്ടനും ശ്രീധരനൊക്കെ ഒന്ന് ആസ്പത്രിയിലായിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരം ആസ്പത്രിയിൽ പോയപ്പം ട്യൂബൊക്കെ ഇട്ട് കിടക്കുക. വലിയ പ്രയാസമൊന്നും. ഒരു സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ഒരാൾ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്തെ പോലീസ് അടിച്ച് പിന്നെ ആസ്പത്രി കഴിയും. അങ്ങനെ വലിയ ഫീലിംഗ് ആയി എനിക്ക്. ഞാൻ നേരെ കാറും എടുത്ത് തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ അതുകൊണ്ട് കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അതാണ് അയാൾക്ക് എന്നോട് പിന്നീടുണ്ടായ ബഹുമാനത്തിനും കാരണം. അതാണ് കുറേ ആൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് ആഭ്യന്തരമന്ത്രിനെ കാണണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു കാണാൻ പറഞ്ഞു. കണ്ടപ്പോൾ എന്താ വീരേന്ദ്രകുമാർ വന്ന് ഞാൻ പറഞ്ഞൊരു പ്രതിഷേധം അറിയിക്കാനാണ്, ഔദാര്യത്തിനല്ല. കേളുവേട്ടൻ ആസ്പത്രി കിടക്കുന്നു. നിങ്ങളുടെ പോലീസിന് അടികൊണ്ടിട്ടാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹം. ഒരു കാര്യം കൊണ്ട് ഞാൻ താങ്കളോട് പറയാം, ഔദാര്യം ആവശ്യമില്ല. ഞങ്ങളത് നേരത്തെ പ്രതിഷേധിച്ചോളൂ. പക്ഷേ താങ്കളുടെ കോൺഗ്രസ്സുകാരനാണ്, താങ്കൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അത് താങ്കൾ അറിയിക്കാൻ വേണ്ടി വന്നതാണ്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് വന്ന ആളെ. അത് പരസ്യമായിട്ട് ഞാൻ ടാഗോർ സെൻ്ററുകൾ പറഞ്ഞിട്ടുണ്ട്, കരുണാകരനോട് കേട്ടിട്ടുണ്ട്. അതായിരുന്നു ഞാനും കേടുവരുന്നത്. അല്ല, ഞാൻ താങ്കളുടെ ഒരു ഞാൻ ചോദിച്ചതുകൊണ്ട് പറഞ്ഞു. താങ്കളുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ് ചെയ്തത്. എന്താ കാരണം എന്ന് വെച്ചാൽ താങ്കളുടെ ഒരു DNA, പൊളിറ്റിക്കൽ DNA എനിക്ക് അല്ല, കേളുവേട്ടനുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞത്. അല്ല, അത് മാത്രമല്ല, താങ്കളൊരു റോറിംഗ് പ്രസൻസ് ആയിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം എപ്പോഴും ഇടതുപക്ഷ വേദികളിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിയായിരുന്നു താങ്കൾ. പക്ഷെ താങ്കളെ ആ അർത്ഥത്തിൽ താങ്കളെ ചോദിക്കട്ടെ, പിന്നെ എന്തിനാ ഞാൻ അതിന് പുറത്തു വന്നു? അതെനിക്കറിയില്ല, അത് സംസാരിച്ചിരിക്കണ്ട. അത് പഴയത് പറയണ്ട പറഞ്ഞുകൊണ്ട് അല്ല, പഴയത് പറയാൻ താങ്കൾക്കും ആഗ്രഹമില്ല, എനിക്കറിയാം. എന്താ കാരണം വെച്ചാൽ പഴയ കാര്യങ്ങൾ ചരിത്രത്തിന്റെ ഒരു ആരോ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഇടതുപക്ഷ മുന്നണിയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോഴും ഞാൻ ഉന്നയിച്ച ഒരു ആരോപണത്തിന് ഇടതുപക്ഷ മുന്നണി മറുപടി പറയേണ്ടി വന്നിട്ടില്ല. ഇഷ്യൂസ് മുന്നണിയിൽ മാത്രമേ ഉന്നയിക്കാറുള്ളൂ. ഐക്യജനാധിപത്യ മുന്നണിയിലും ഇഷ്യൂസ് UDF-ലെ ഉന്നയിക്കാറുള്ളൂ. ഒരു പരസ്യ ചർച്ചയ്ക്ക് ഞാൻ എപ്പോഴും പോകാറില്ല. പക്ഷെ താങ്കളുടെ അസാധ്യ നർമ്മം പലപ്പോഴും വ്യംഗ്യാർത്ഥത്തിൽ അല്ലെങ്കിൽ ഉള്ള പ്രയോഗങ്ങൾ അതൊക്കെ പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങളെ നന്നായിട്ട് ഉയർത്തിവിടാൻ വേണ്ടൊക്കെ സഹായകരമാകുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും അടുത്ത കാലത്ത് താങ്കൾ UDF-ന്റെ മേഖലാ ജാഥയിൽ നടത്തിയ പ്രസംഗത്തിൽ അതിൻ്റെ നർമ്മം ഒരുപക്ഷെ അല്പം സൂക്ഷിച്ച് ശ്രമിച്ച ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല രീതിയിൽ കാര്യങ്ങൾ, അതായത് രാഷ്ട്രീയത്തെയും താങ്കളുടെ നിലപാടിനെയൊക്കെ താങ്കൾ ഏത് രീതിയിൽ, അതായത് താങ്കളുടെ യോഗ്യതയെക്കുറിച്ച് താങ്കൾ തന്നെ ചോദിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞപ്പോൾ അതിനകത്തെ പല തലങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം പലർക്കും മനസ്സിലായി. അതിപ്പോൾ ഒരു പൊതുയോഗത്ത് പറയുമ്പോൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് അതൊക്കെ അത്രയും. ശ്രീ വീരേന്ദ്രകുമാർ ഉപയോഗിക്കുന്ന ഒരു വാചകവും വെറുതെ ഉപയോഗിക്കുന്നതല്ല. എന്താ കാരണം വെച്ചാൽ താങ്കൾക്കറിയാം ആ വാചകത്തിൻ്റെ തലം എന്താണ്, അർത്ഥം എന്താണ്, ഡയമെൻഷൻ എന്താണ്, അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്. യു ആർ വെരി ക്ലിയർ അബൌട്ട്. ശ്രീ വീരേന്ദ്രകുമാർ, മാതൃഭൂമി, ഒരുപക്ഷെ താങ്കൾ മാതൃഭൂമി എൻ്റെ പത്രമല്ല എന്ന് പറഞ്ഞാലും മാതൃഭൂമിയും താങ്കളും തമ്മിലുള്ള ബന്ധം ആർക്കും അങ്ങനെ വിച്ഛേദിക്കാൻ പറ്റുന്നില്ല. താങ്കൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്.
അതിൻ്റെ ഇപ്പോഴത്തെ ചീഫ് പ്രൊമോട്ടറാണ്. ഇപ്പം രണ്ട് പിന്നെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് താങ്കൾ നേതൃത്വം നൽകുന്ന വിഭാഗം, KTCയുടെ ഗ്രൂപ്പ്. ഇത് രണ്ട് പി വി ചന്ദ്രനും അദ്ദേഹത്തിൻ്റെ കുടുംബവും പ്രദാനം ചെയ്യുന്ന ഈ രണ്ട് വിഭാഗം, ഞാനത് പൊതുജനങ്ങളുടെ ഒരു കോൺസെപ്റ്റാണ് പറഞ്ഞത്, എൻ്റെ അഭിപ്രായം വേറെ ആയിരിക്കാം. ഈ രണ്ട് കൂട്ടരും കൂടി ചേരുന്നതാണ് ഈ മാതൃഭൂമിയുടെ അധികാര കേന്ദ്രം എന്നാര് പറയുന്നു? മാതൃഭൂമിയുടെ അധികാരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്, ഇൻഡിവിജ്വൽസ് അല്ല. രണ്ട് വിഭാഗത്തിൻ്റെ മാതൃഭൂമിയിൽ ആരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം. കോഴിപ്പുറത്ത് മാധവമേനെ കേട്ടിട്ടുണ്ടാവും, പഴയ മദ്രാശി. അദ്ദേഹത്തിന് കേണൽ അച്യുതൻ കേട്ടിട്ടുണ്ടാവും. എനിക്കറിയാം, ഡൽഹിയിലുള്ള. ആ കോഴിപ്പുറത്ത് മാധവമേനെ ഇലക്ഷനിൽ പരാജയപ്പെടുത്ത എൻ്റെ പിതാവാണ്. അന്നാണ് AKG ആദ്യം ഞാൻ കാണുന്നത്. അദ്ദേഹം മെമ്പറാണിതിൽ, ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. കോങ്ങാട്ട് രാമേനെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഭാസ്കര മേനോൻ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഇതിലെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. ജിനചന്ദ്രൻ എൻ്റെ അച്ഛൻ്റെ ബ്രദറാണ്. അതെ, രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് അവർ തമ്മിൽ തെറ്റിയത്. അച്ഛൻ സോഷ്യലിസ്റ്റും അദ്ദേഹം കോൺഗ്രസുമായി. കോഴിപ്പുറത്ത് മാധവമേനെ ജിനേന്ദ്രൻ സഹായിച്ചു, അച്ഛനെ എതിർത്തു. അതാണ് ഞങ്ങളുടെ പോളിറ്റിക്സ് കുടുംബത്തിലെ. ആ ജിനേന്ദ്രൻ്റെ മകൻ വിജയപത്മൻ അത് മെമ്പറാണ്, അത് കോൺഗ്രസ്സാണ്. കേട്ടുള്ളൂ. കൃഷ്ണമോഹൻ എന്നും കോൺഗ്രസ് ആയിരുന്നു. കൃഷ്ണമോഹൻ്റെ മകൻ ജിനചന്ദ്രൻ അത് മെമ്പറാണ്. ഇവരൊക്കെയാണ് മാതൃഭൂമി മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഡയറക്ടർ ബോർഡ് അവരൊക്കെ. ഇപ്പം 2 സ്വതന്ത്ര മെമ്പർമാരും ഉണ്ട്. അപ്പോൾ മാതൃഭൂമിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. പിന്നെ ഉത്തരവാദിത്തം കിട്ടുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇല്ലെങ്കിൽ അതിൻ്റെ മാനേജിങ് ഡയറക്ടറും എഡിറ്റോറിയൽ വിഭാഗത്തിലെ ഡിസിഷൻസ് എടുക്കേണ്ട മാനേജിംഗ് എഡിറ്ററും മറ്റേത്. പക്ഷേ ടെക്നിക്കലി മാനേജിംഗ് ഡയറക്ടർ ഇസ് റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ്. സാങ്കേതിക അർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതൊക്കെ സാങ്കേതിക ടെക്നിക്കലി ആൻഡ് ലീഗലി ഞാനിതെല്ലാം ആക്സെപ്റ്റ് ചെയ്തു. ഞാൻ അതിൻ്റെ പിന്നിലുള്ള 2 മൂവിങ് ഫോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ അതിൽ വൈകല്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് താങ്കൾ ഉൾക്കൊള്ളുന്നുണ്ടാവില്ല, അംഗീകരിക്കുന്നുണ്ടാവില്ല. ഞാനൊരു ജനറൽ ഇംപ്രഷനെ കുറിച്ച് പറയാം. കോൺഗ്രസ് നേതാക്കന്മാർ ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ അവരുടെ അന്തപ്പര വർത്തമാനങ്ങൾ, ഇപ്പം ഞാനൊരു പത്രപ്രവർത്തനമായതുകൊണ്ട് പലയിടത്തും ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ, ഞങ്ങൾ ശ്രീ വീരേന്ദ്രകുമാറിനൊന്നും അല്ല സഖ്യകക്ഷിയായിട്ട് സ്വീകരിച്ചത്, ഞങ്ങൾ മാതൃഭൂമിയാണ് സ്വീകരിച്ചത്. ആര് പറഞ്ഞു? ചില കോൺഗ്രസ് പ്രമുഖ കോൺഗ്രസ് അവരോട് ചോദിക്കുക എന്താ അങ്ങനെ പറഞ്ഞത്, എനിക്കറിയില്ല. അവർ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാനാ. പിന്നീട് അവർ പറഞ്ഞു, അതായത് ശ്രീ വീരേന്ദ്രകുമാർ ഈ LDF നേതാക്കളുമായി ബന്ധപ്പെടുന്നത് വേറൊന്നിനും വേണ്ടിയല്ല, വിലപേശാൻ വേണ്ടിയിട്ടാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അടുത്ത രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അദ്ദേഹത്തിനൊരു സ്ഥാനം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് സ്ഥാനം, ഇടതുപക്ഷത്തെ വെച്ചുകൊണ്ട് ഒരു വിലപേശ തന്ത്രമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തന്ത്രത്തിലൊന്നും ഞങ്ങൾ വീഴാൻ പോകുന്നില്ല എന്ന് വളരെ മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കന്മാർ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഒരു വിലപേശൽ, ബാർഗെയിനിങ് പൊളിറ്റിക്സ് ഇരിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ മുന്നണി പുറത്തു വന്നല്ലോ, അന്ന് രമേശ് ചെന്നിത്തല എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ ലോക്സഭയിൽ മത്സരിക്കണം എന്നാണ് അവരുടെ കാലം. പിന്നീട് പരസ്യമായിട്ട് പറഞ്ഞു അവർ, ഞാനത് വേണ്ട എന്ന് പറയായിരുന്നു. ഒരു ബാർഗെയിൻ, അങ്ങനെ ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ ബാർഗെയിൻ ചെയ്തു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ വടകര സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസിൻ്റെ അടുത്ത്. കോഴിക്കോട് വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതല്ലെങ്കിൽ വടകര ആവശ്യപ്പെട്ടിരുന്നു. അത് എനിക്ക് മത്സരിക്കാനല്ല, അല്ല ആർക്കും ആയിക്കോട്ടെ. പക്ഷെ താങ്കൾ നിരസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ പോലും ആവശ്യപ്പെട്ടു. താങ്കൾ വൈമുഖ്യത്തോടെയാണ് പാലക്കാട്ടേക്ക് പോയത്. അത് ശരിയാണ്. അന്ന് താങ്കളെ, എന്നിട്ട് പാലക്കാട്ട് താങ്കളെ കൊണ്ടു നിർത്തിയിട്ട് ഇവർ തോപ്പിച്ചു എന്ന് സബ് കമ്മിറ്റി റിപ്പോർട്ട്. അതിപ്പോൾ റിപ്പോർട്ടുണ്ട്, അത് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ഒന്നിനെ ഉപയോഗിച്ചൊന്നിനെ ബാർഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ LDFിലുള്ള സമയത്ത് ഞാൻ ബാർഗെയിൻ ചെയ്തിട്ടില്ലല്ലോ. ഘടകകക്ഷി നേതാക്കളെ ഇങ്ങനെ ബോധപൂർവം തോൽപ്പിച്ച് അവരെ ചവിട്ടി തേക്കുന്നൊരു സ്വഭാവം കോൺഗ്രസിനുണ്ട് എന്ന് മറ്റാരുമല്ല പറഞ്ഞ് ഈ സബ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച ശ്രീ ബാലകൃഷ്ണപിള്ള. അദ്ദേഹം ഇപ്പം മുന്നണിയിലില്ല. ഇപ്പോൾ UDF മുന്നണിയിൽ അദ്ദേഹം ചെയർമാനായിരുന്നു അന്വേഷണ കമ്മീഷൻ. അപ്പോൾ ഏതായാലും ആ മുന്നണിയുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം UDFിൻ്റെ കയ്യിലുണ്ടല്ലോ, ചെയർമാൻ്റെ കയ്യിൽ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിരുന്നു? ശ്രദ്ധിച്ചിട്ടല്ലോ, ഇതെല്ലാം പരസ്യമായി പറഞ്ഞ കാര്യങ്ങളല്ല, അതൊക്കെ ശ്രദ്ധിച്ചു. അതൊരു പക്ഷേ പിള്ള പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയോ? അദ്ദേഹത്തിന് അഭിപ്രായം അദ്ദേഹം പറഞ്ഞു.
എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ, എൻ്റെ സമ്മതം വാങ്ങി പറഞ്ഞു. പക്ഷെ പാലക്കാട് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ നിഗമനങ്ങൾ, അദ്ദേഹത്തിന്റെ കമ്മിറ്റി നടത്തിയത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഏതായാലും റിപ്പോർട്ടുണ്ടല്ലോ, അത് UDF സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് സബ് കമ്മിറ്റി സമർപ്പിച്ചിട്ടുണ്ട്. വീരേന്ദ്രകുമാർ, താങ്കൾ സ്ഥാനാർത്ഥിയായിരുന്നു. നിരന്തരമായിട്ട് ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടാണ് അവിടെ പ്രവർത്തിച്ചത്. ഒരുപക്ഷെ പിള്ളയും അദ്ദേഹത്തിന്റെ സംഘവും കണ്ടെത്തിയ ആ കാര്യങ്ങൾ ഒരുപക്ഷെ താങ്കൾ നേരിട്ട് തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവൂലേ? ഞാൻ ഈ ഇലക്ഷൻ പ്രചരണത്തിലായിരുന്നല്ലോ, ഞാൻ അതൊന്നും ഈ കാൻഡിഡേറ്റ് താങ്കളുടെ പാർട്ടിക്കാരും മറ്റുള്ളവരെല്ലാം പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അവിടെ സംഭവിക്കുന്നുണ്ട്, അവിടെ പോസ്റ്റർ എത്തിയിട്ടില്ല, അവിടെ അതെത്തിയിട്ടില്ല, പൈസ അതിനിപ്പോൾ എല്ലാ റിപ്പോർട്ട് അവിടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ അതിനെപ്പറ്റി പർട്ടിക്കുലറായിട്ട് കമന്റ് ചെയ്യില്ല. ഇത്രയും തന്ത്രപരമായി താങ്കൾ അതിനെ തള്ളാതെ എന്നാൽ അതിനെ ഉൾക്കൊണ്ട ആ രീതിയെ ഞാൻ ബഹുമാനിച്ചത്. ഇപ്പോൾ അതൊന്നും ഉൾക്കൊണ്ടു താങ്കളെ ബഹുമാനിച്ചതിന് താങ്കളെ ആ വളരെ ബുദ്ധിപരമായിട്ടുള്ള ആ ഒരു നിലപാട്, തള്ളാതെ തന്നെ അതിനെ കൊണ്ട രീതി, എന്നാൽ ഒരു തരത്തിലും ഡിസെക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് യാതൊരു അപാകതയില്ല, പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇതാണ് താങ്കളെ പലപ്പോഴും രാഷ്ട്രീയത്തിൽ വ്യത്യസ്തത നിലനിർത്തുന്നത്. എനിക്കറിയില്ല. താങ്കൾ, ഞാൻ പറഞ്ഞില്ലേ, താങ്കൾ ഞാനൊരു പേര് തന്നല്ലോ, ഡിസ്രായേലി മീഡിയ രംഗത്തെ വീരേന്ദ്രകുമാർ. താങ്കളുടെ ഒരു പ്രത്യേകത, താങ്കൾ രാഷ്ട്രീയത്തിന്റെ മാത്രം തടവറയിലല്ല, അതിനെ തടവറയെന്ന് കാണാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പ്രതലത്തിൽ മാത്രമല്ല, സർഗാത്മകത, താങ്കളുടെ എഴുത്ത്, യാത്ര. താങ്കളെ ഇപ്പോൾ യാത്രാ സംഘത്തിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും അതിൽ ഉൾപ്പെട്ട പല ആൾക്കാരും നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ. താങ്കൾ യാത്ര, മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ നടത്തുന്ന യാത്ര, ഓരോ യാത്രകളും താങ്കൾക്ക് ഒരു പുസ്തകമാണെന്ന് മാത്രമല്ല പുതിയ പുതിയ കണ്ടെത്തലുകളാണ്. ഈ എനർജി എവിടെ നിന്ന് താങ്കൾ കിട്ടുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. ഒരു യാത്ര എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. വിചാരിച്ച തീവൽ അവസാനിച്ചിട്ടില്ല ഒന്നും. അതിന് കാരണം എന്താ വെച്ചാൽ സംവേദനം. അതാണ് നമുക്കൊക്കെ ഒരു ധാരണയുള്ളത്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് കേട്ടോ, നമുക്കെല്ലാം അറിയാവുന്ന, എല്ലാം അറിയില്ല, എല്ലാവരിലും ഓരോ വിവരമുണ്ട്, അവരോട് സംസാരിക്കുമ്പോൾ ഇത് അറിയുള്ളൂ. ഇപ്പോൾ യാത്ര ചെയ്ത് നമ്മൾ പോകുമ്പം ഓരോ പ്രദേശത്തെ ഓരോളെ കാണുമ്പം അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ മാറ്റങ്ങളുണ്ടാകും. താങ്കളുടെ വിദ്യാർത്ഥിയാണ്, നിരന്തര വിദ്യാർത്ഥിയാണ്. അത് എൻ്റെ എല്ലാ യാത്രയിലും നിരീക്ഷകനാണ്. എല്ലാ യാത്രയിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. താങ്കൾക്ക് ഏറ്റവും കൂടുതൽ താങ്കളെ ആകർഷിച്ചൊരു സ്ഥലം ഏതായിരിക്കും ഈ യാത്രയിൽ? താങ്കൾ ഈ ഹിമാലയത്തിലേക്കും അവിടേക്കും മറ്റേ കേദാർനാഥ് മറ്റേതെല്ലാം പോയി വന്ന ആളാണ്. എന്നെ കാണിച്ച് ഗംഗോത്രിയാണ് താങ്കളുടെ മനസ്സിനെ അത് സ്വാധീനിച്ചത്. എന്താ അറിയോ, ഇപ്പം ഗംഗയെ പറ്റി അറിയാമല്ലോ. ഗംഗ അവസാനിക്കുന്നത് ബംഗാളിലാണ്. ആ ഗംഗ ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഉണ്ടാവില്ല. അതിനെ പറ്റിയൊന്ന് സങ്കല്പിക്കാൻ സാധിക്കുമോ? ഗംഗയില്ലാത്തൊരു ഇന്ത്യയെക്കുറിച്ചൊന്ന് ചിന്തിക്കുമോ? താങ്കളുടെ പുസ്തകം ഹൈമവതി ഭൂവിൽ വളരെ വളരെ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകം. അവിടെ പോയാൽ മനസ്സിലാവും നമുക്കത്. ആ പ്രദേശങ്ങളൊക്കെ അവിടെ ഇപ്പം ഒരു കൊല്ലത്തിൽ എത്രയോ മീറ്റർ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. EMS ഒരിക്കലും പുസ്തകം എഴുതില്ല, അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്യുള്ളൂ. അതെ, ഞാൻ കുറേ എഴുതും, കുറേ ഡിക്റ്റേറ്റ് ചെയ്യും. പക്ഷെ എല്ലാം ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുക. അത് കുറച്ച് ദിവസം എന്നെ കാണൂല ഇവിടെ, അപ്പോൾ ഇതിൻ്റെ പണിയായിരിക്കും. അത് ഒന്നും മുങ്ങും. ഇപ്പം ഞാൻ സുഖമില്ലാണ്ടായി കുറച്ച്. അപ്പം വിവേകാനന്ദൻ്റെ അത് 7-8 കൊല്ലമായി തുടങ്ങിയിട്ട് ഇപ്പോൾ പൂർത്തിയായ പോലെ തോന്നില്ല. അത് പിന്നെയും അപ്പോൾ നമ്മളൊരു യാത്രയിൽ ഇപ്പോൾ കഴിഞ്ഞ യൂറോപ്പിലൊക്കെ ഞാൻ കാറിലാണ് പോവാം. ഇറങ്ങുന്ന സ്ഥലത്തെ വിമാനത്തിൽ ഇറങ്ങുള്ളൂ, പിന്നെയൊക്കെ കാറിലേ പോകും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഫിൻലാൻഡിൽ ഞാൻ പോയപ്പം 9000 കിലോമീറ്റർ കാറിന് സഞ്ചരിച്ച് ഞാൻ. അപ്പോൾ ഓരോ ഗ്രാമത്തിൽ നിർത്തും. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വീടിൽ കയറി, ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വരും. അയാൾ സംസാരിക്കുമ്പോൾ 1000 ഇൻഫർമേഷൻസ് ഉണ്ടാവും. സോ ഞാൻ ഈ ഫ്രോമിനെ പറ്റി കൂടെ എഴുതിയപ്പം, ഫ്ലോറൻസ്, ഞാൻ ആദ്യം വിചാരിച്ച 2 ചാപ്റ്റർ അത്രയ്ക്ക് മതി എന്ന് വിചാരിച്ചു. അവിടെ പോയി ഓരോരുത്തരുടെ സംസാരം, മെഡീസി ഫാമിലി, മറ്റേത് മറിച്ചത്, ആ കാലഘട്ടത്തിലെ ഡാവിഞ്ചി തീരുന്നു. ഈ യാത്ര വളരെ ചെറുപ്പത്തിൽ തന്നെ താങ്കൾക്ക് ആണല്ലോ. ഞാൻ ആദ്യം എഴുതി യാത്ര വരണം അമേസണും കുറേ വ്യാകൃതകളും. അതിനാണ് ആദ്യത്തെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഈ ആദ്യത്തെ യാത്രാവിവരണ അവാർഡ് വാങ്ങിയ ആൾ ഞാനാണ്. അന്ന് ഞാൻ അമേസനെ കുറിച്ചൊക്കെ എഴുതിയിരുന്നു. ഇപ്പോൾ നമ്മൾ കുഷ്ഠമേഖല പ്രദേശങ്ങൾ അമേസൻ്റെ ഭാഗമാണ്. ഇവിടെയൊക്കെ കാട് പോകുന്നതിൻ്റെ പ്രശ്നം എന്താ പറയുക, മറ്റുള്ള സ്ഥലം പോലെയല്ല. ഇവിടുത്തെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് ഈ വനങ്ങളാണ്.
അപ്പോൾ ഞാൻ അന്ന് എഴുതിയിരുന്നു അമേസനെ പറ്റി, പിന്നെ അന്നത്തെ സാഹിത്യകാരനെ പറ്റി, മഷാഡോ, പിന്നെ അമാദോ വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പോൾ അവരെ പറ്റിയൊക്കെ ഞാൻ അതിൽ എഴുതിയിരുന്നു. അന്നും ഇതേപോലെ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻസാണ് അതൊക്കെ. പിന്നെ ഹൈമവത് പോലെ അവസാനത്തെ ചാപ്റ്ററിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങളുമായിട്ട് നടത്തിയ സംഭാഷണത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. താങ്കളുടെ വിനോദം ഏതാണ് ഏറ്റവും പ്രധാനം? ഒരു ഹോബി എന്ന് പറയാവുന്നത് വായനയാണോ? സംഗീതത്തോടൊക്കെയുള്ള കേൾക്കും, പാടാനറിയില്ല, പക്ഷെ സംഗീതം ഇഷ്ടമാണ്. എന്നാലും എപ്പോഴെങ്കിലും ഒക്കെ പാടിയിട്ടുണ്ടാവും? ഇല്ല, യൗവന കാലഘട്ടത്തിലൊക്കെ അങ്ങനെ അപകടം ചെയ്തായിട്ട് ഓർമ്മയില്ല. കുളിമുറിയിൽ പാടിയിട്ടില്ലേ? കുളിമുറിയിലൊക്കെ പാടിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് ശ്രീ വീരേന്ദ്രകുമാറിന്റെ? അത് എനിക്കിഷ്ടപ്പെട്ടത് ONVയുടെ ഒരു വട്ടം കാണുവാൻ മോഹം എന്ന് പറഞ്ഞിട്ട്, ഒരു വട്ടം. അതെ, എൻ്റെ വീട്ടിൽ ചുറ്റുള്ള മരങ്ങളെ ചുംബിക്കാനും ആ പഴയ വീടുകൾ കാണാനൊക്കെ ഒരു മോഹം എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരും പാടുകയാണെങ്കിലും ഇല്ല, പാടാൻ. അപ്പോൾ നമ്മൾ നാടിനൊക്കെ അത്. താങ്കളുടെ മകൻ ശ്രേയംസ് കുമാർ മാതൃഭൂമിയുടെ ചുമതലകൾ വഹിക്കുന്നു, അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും സജീവമായിട്ടുണ്ട്. ശ്രേയു നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ്. താങ്കളൊരു പിതാവെന്ന നിലയിൽ ശ്രേയുവിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്താണ്, ഒരു സ്ട്രെങ്ത്? അതൊക്കെ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ്. ഈസിയോ നിസോ ഉണ്ടാവും. അതിപ്പോൾ അച്ഛനും മകനോ എന്നുള്ളത് ഒരു കുറേ കഴിഞ്ഞാൽ വി ആർ ഫ്രണ്ട്സ്. എൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു എന്നോട്. എൻ്റെ അച്ഛനെ പറ്റി EMS പറഞ്ഞിട്ടുണ്ട്. വലിയ വായനക്കാരനായിരുന്നു. 8ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അച്ഛന് വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. ഞാൻ ഇൻ്റർമീഡിയറ്റ് ആകുമ്പോഴത്തേക്ക് ബർട്രാൻഡ് റസ്സലിൻ്റെ മുഴുവൻ വർക്കും അച്ഛനെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജെംനോളജി മുതൽ ജിയോളജി വരെയുള്ള എല്ലാം ഡിസ്കസ് ചെയ്യും. വി ആർ ലൈക്ക് ഫ്രണ്ട്സ്. ശ്രേയംസിന്റെ സ്വഭാവത്തിൽ താങ്കൾക്ക് ഇഷ്ടപ്പെടാത്ത ഘടകം എന്താണ്? അതങ്ങനെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. സമയത്തൊക്കെ ഫ്രാങ്കായിട്ടൊക്കെ പറയും അത് അത്രയ്ക്കേ ഉള്ളൂ. അങ്ങനെ ഞാൻ അനലൈസ് ചെയ്യാറില്ല. എന്നാലും ഇതൊരു ഈർഷ്യം ദേഷ്യം വരുന്ന ഉണ്ടാവുമല്ലോ. അതൊക്കെ പേഴ്സണൽ ഇഷ്യൂസ്. അത് ആലോചിച്ച് നോക്കണം. അടുത്ത ഇന്റർവ്യൂവിൽ എനിക്ക് എന്നോട് പറയാം. താങ്കൾ പലപ്പോഴും ആരും പറഞ്ഞ പോലെ വളരെ വളരെ നിശ്ചിതമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ചില ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. സുകുമാർ അഴീക്കോടുമായിട്ടൊക്കെ ഒരു ഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് താങ്കൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് മാറി. ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിലെ അങ്ങനെയുള്ള ഫൈറ്റുകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല എന്നുള്ള കാര്യം താങ്കൾക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. അത് സുകുമാർ അഴീക്കോടുമായിട്ട് സത്യത്തിൽ പേഴ്സണലായിരുന്നില്ല. അത് ഞങ്ങളൊരു ഫയൽ കാണിച്ചത് ഇപ്പോഴല്ല, എൻ്റെ അടുത്തുണ്ട്. അത് പരസ്യമാക്കാനല്ല, ഒരു 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 പരാമർശത്തിന് മുകളിലാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം വന്നത്. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും കൈകോർത്തു. പക്ഷേ ഒരു ദിവസം എനിക്ക് തോന്നി ഇത് പിന്നെ ആളുകൾക്കിത് രസമായി. കുറേ ആളുകൾ കൂടെ അല്ല സുകുമാർ ഒരു മീറ്റിംഗ് വെക്കേണ്ടി വരുമോ സുകുമാർ അഴീക്കോടിനെ പറ്റി പറയാനാണ്. അദ്ദേഹത്തിന് പോയി പറയാം. ഇത് വലിയ രസമായി. ഇപ്പോൾ നമ്മൾ നമുക്ക് പ്രാന്താന്ന് ജനങ്ങൾ വിലയിരുത്തുന്നല്ലാതെ ഇരുന്നൊക്കെ ഒരു രസമാണിത്. അപ്പോൾ ഒരു ദിവസം ഞാൻ സുകുമാർ അഴീക്കോടിൻ്റെ വീട്ടിൽ കയറി ചെന്നു. നേരിട്ട് ചെന്നു. ഞാൻ പറഞ്ഞു ഡോക്ടർ ഒരു കാര്യം പറയാനുള്ളത്. അപ്പോൾ നമ്മൾ തമ്മിലിപ്പോൾ കുറേ നിങ്ങളും പറഞ്ഞു, കുറേ ഞാനും പറഞ്ഞു. ജനങ്ങൾക്കിത് രസമാണ്, ഇതുകൊണ്ട് ഇപ്പോൾ എന്താ ഇഷ്യൂ ഉള്ളത്? അല്ല അത് ശരിയാണ് വീരേന്ദ്രകുമാർ. ഞാൻ പറഞ്ഞ കോമൺ ഇഷ്യൂ എന്തെങ്കിലും നമുക്ക് യോജിച്ചുകൂടെ? അല്ലാതെ നമ്മൾ ഈ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് താങ്കൾ പോകാനുള്ള ആളാണ്. പിന്നെ അന്ന് ഞാൻ ഉപനിഷത്തെ പറ്റിയൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു വീക്ഷണമാണ് അതൊക്കെ ഉപനിഷത്തെ പറ്റി. അത് താങ്കളോടുള്ളൊരു ജഡ്ജ്മെൻ്റ് ഒന്നും അല്ല. അവിടെ മഞ്ജുരുകി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ UDFന്റെ ഭാഗമായിട്ടായിരിക്കുമോ ഉണ്ടാകുക? അപ്പോൾ നമുക്ക് കണ്ടു പറയാൻ സംസാരിക്കാമല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ താങ്കൾ UDFന്റെ ഭാഗമായിരിക്കുമോ? അതുപോലെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല ശ്രീ വീരേന്ദ്രകുമാർ. എന്താ വിചാരിക്കുക ആൾക്കാർ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് വരണ്ടേ? മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അതാ വന്നു. സെപ്റ്റംബർ ചോദിക്കാം. 5 മാസം രാഷ്ട്രീയത്തിൽ വലിയ ദൈർഘ്യമുള്ളതാണ് അല്ലേ? ഓരോ പോളിറ്റിക്സിൽ റിയാക്ട് ചെയ്യാൻ സംഭവങ്ങളാണ് റിയാക്ട് ചെയ്യുക. അല്ലാണ്ട് ഇരുന്നിട്ട് 2027 പോളിറ്റിക്സ് എന്താ? പിന്നെ നമ്മളൊക്കെ ഇപ്പോൾ എഴുതുമ്പോൾ ഒക്കെ പറയും. ഇപ്പോൾ 2050 ഇപ്പോൾ ബ്രഹ്ം ജലാലി പറഞ്ഞ പോലെ ചൈനയുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളവും വേസ്റ്റും ആയിരിക്കും. അതൊക്കെ തിയററ്റിക്കൽ ഡിസ്കഷൻസാണ്. ഇപ്പോൾ മുന്നണി രാഷ്ട്രീയത്തിൽ തിയററ്റിക്കൽ ഡിസ്കഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതാത് വരുമ്പോൾ ഇപ്പോൾ റിയാക്ട്. UDF സർക്കാർ 5 വർഷം കാലാവധി പൂർത്തിയാക്കുമോ? ഏതായാലും ഇതുവരെ പൂർത്തിയാക്കുമെന്നാരും പറഞ്ഞിട്ടില്ല. ഇതുവരെ എത്തിയില്ലേ? പൂർത്തിയാക്കൂന്ന് ആക്കില്ല എന്ന് പറഞ്ഞു പലരും ധരിച്ചിരുന്നത് 2 ഭൂരിപക്ഷമേ ഉള്ളൂ.
ഇതുവരെ എത്തിയില്ലേ? കാണാമല്ലോ. അവിടെയും താങ്കൾ അവസാനമാക്കി പറഞ്ഞു. പോളിറ്റിക്സ് അതല്ലേ. താങ്കൾക്ക് വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ വ്യക്തമായിട്ടുള്ള മറുപടി ഈ ഭാവിയെ പറ്റി ചോദിക്കുമ്പോഴാണ്. ഭാവിയെ പറ്റി ആർക്കും വ്യക്തമായിട്ടൊന്നും പറയാൻ സാധിക്കും. താങ്കളൊരു ഒരു രാഷ്ട്രീയ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നില്ല? ഏത് ജ്യോതിഷമാണ്? രാഷ്ട്രീയ ജ്യോതിഷം, പ്രവചനം. സംഭവത്തിൽ നമുക്ക് മൊത്തത്തിൽ ഒരു പൊളിറ്റിക്കൽ അസസ്മെന്റ് നടത്താമെന്നല്ലാതെ ഇന്നതാ സംഭവിക്കുക എന്നൊന്നും പോളിറ്റിക്സ് അങ്ങനെ ആരും പറയാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഇങ്ങനത്തെ ഒരു പോളിറ്റിക്സ് വരുമെന്ന് ആരും വിശ്വസിച്ചില്ല. ഇപ്പം തന്നെ ബീഹാർ പോളിറ്റിക്സിൽ പറയാൻ തുടങ്ങിയാൽ എല്ലാവരും ഒരു വേദിയിൽ വരണം. അത് മുമ്പ് പറയുമായിരുന്നോ? രാഷ്ട്രീയം ആട്ടോതി പോസിബിൾ ആണ്. സോ ഇറ്റ്സ് എ പോസിബിൾ. എന്തായാലും താങ്കളുടെ ഈ ജാഗ്രത, അവധാനത, കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള താങ്കളുടെ കഴിവ്, സിദ്ധി, അപഗ്രഥന പാണ്ഡിത്യം, അതുപോലെ തന്നെ കോഷ്യസ് ആയിട്ടുള്ള താങ്കളുടെ നിലപാടുകൾ, ഇതൊക്കെ വരും ദിവസങ്ങളിൽ താങ്കളുടെ രാഷ്ട്രീയത്തെ പരിപോഷിപ്പിക്കാനും താങ്കളെ സഹായിക്കാനും വഴിവെക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേരുന്നു. ഒരുപാട് സന്തോഷം. ഒരു കാര്യം, താങ്കളെ പറ്റി എൻ്റെ അസസ്മെന്റ് ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി. താങ്കളെ പോലുള്ള ആരോ പറഞ്ഞ ഭീഷ്മാചാര്യന്മാരുടെ മുമ്പിൽ നമ്മളൊക്കെ ആരവരുടെ തൃണത്തിന് തുല്യം. വടവൃക്ഷം പോലെ നിറഞ്ഞിരിക്കുന്നു ഞങ്ങളൊക്കെ പുൽക്കൊടികൾ. എന്തായാലും കേരള രാഷ്ട്രീയത്തിലും കേരള സമൂഹത്തിനും താങ്കളുടെ സ്ഥാനം ഒരുപക്ഷെ അനിഷേധ്യമായൊരു സ്ഥാനമാണ് താങ്കൾ അലങ്കരിക്കുന്നത്. ആ സ്ഥാനം കുറച്ചും കൂടി വർദ്ധിത EMS ഭാഷ പറഞ്ഞ വീര്യത്തോടെ, വീര്യം ചോർന്നു പോകാതെ നിലനിൽക്കട്ടെ. ആ പഴയ സിംഹഗർജനങ്ങൾ കേൾക്കാൻ കേരളം കാതോർക്കുന്നു എന്നുകൂടി താങ്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവച്ചത് വളരെ വളരെ സന്തോഷം.